നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുത്ത 2 പാവയ്ക്ക ഇതുപോലെ റൗണ്ടായിട്ട് ഇത്തിരി കട്ടിയിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതിലെ മൂത്ത കുരുവാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കുറച്ച് ഉപ്പും നാരങ്ങയുടെ പകുതി ജ്യൂസും കൂടി ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അരമണിക്കൂർ സമയം റെസ്റ്റിന് വെച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലെ കയ്പ്പെല്ലാം പോയി കിട്ടും. ഇനി ഇതിൽ നിന്ന് നല്ലതായിട്ടൊന്ന് സ്ക്വീസ് ചെയ്ത് വേണം എടുക്കാനായിട്ട്. അതിനുശേഷം നല്ല വെള്ളത്തിലും കൂടി ഒന്ന് കഴുകി വെള്ളമൊന്നും ഇല്ലാണ്ട് തന്നെ എടുത്ത് വയ്ക്കണം. ഇനി ഒരു കടായിൽ കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് 1/2 ടീസ്പൂൺ വീതം കടുക്, ജീരകം, 1 ടീസ്പൂൺ പെരിഞ്ജീരകമാണ് ചേർത്ത് കൊടുത്തത്. പെരിഞ്ജീരകം ഉറപ്പായിട്ടും ചേർത്ത് കൊടുക്കണം. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പാവയ്ക്കയും അതുപോലെ ഒരു 2-3 ഗ്രീൻ ചില്ലീസ് കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തും കൂടി ഇട്ട് ഒരു 10 മിനിറ്റ് സമയം ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇന്ദുപ്പാണ് ഇവിടെ ചേർത്ത് കൊടുത്തത്. ഏതുപ്പ് ചേർത്താലും മതി. അതിനുശേഷം ചാട്ട് മസാല ഉണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്തോളൂ. ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു വലിയ സവോള ഇതുപോലെ ഡൈസായിട്ട് വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് വീണ്ടും മിക്സ് ചെയ്ത് ഒരു 2-3 മിനിറ്റ് സമയം അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇനി വേവിച്ചെടുക്കാനായിട്ട്. ഇത്രയേ ഉള്ളൂ. കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തോളൂ. നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ചപ്പാത്തിക്കൊക്കെ അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. ട്രൈ ചെയ്തതിന് ശേഷം വീഡിയോ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.